അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനീ പോകുന്നത് സൗദിയിലെ പ്രവാസിയോട് പ്രത്യേക ഒരു ഓർമ്മിക്കുക കേട്ടോ. സൗദി അറേബ്യ ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പലതരത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി ജോലി ചെയ്യുന്നവരുണ്ട്, കമ്പനി ജോലി ചെയ്യുന്നവരുണ്ട്, മോസസ് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ ജാമ്യം നിൽക്കും. സാമ്പത്തികമായിട്ട് കാശ് കടം വാങ്ങുന്നവർക്കൊക്കെ ജാമ്യം കൊടുക്കുന്നവരുണ്ട്. അതേപോലെ എന്തെങ്കിലും ആരെങ്കിലും കേസിൽ ഉൾപ്പെട്ട ജാമ്യം നിൽക്കുന്നവരുണ്ട്. എന്തെങ്കിലും സാധനം ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങുന്ന ജാമ്യം നിൽക്കുന്നവരുണ്ട്. അതേപോലെ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഒരാൾക്ക് റീഎൻട്രി അടിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ജാമ്യം നിന്നാലേ റീഎൻട്രി അടിച്ച് തരുമെന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലോണം ആലോചിക്കുക. റീഎൻട്രി അടിക്കണമെങ്കിൽ ഒരാളും ജാമ്യം നിൽക്കേണ്ട ആവശ്യമില്ല. ഒരാളെ കാലാവധി പൂർത്തിയായിട്ട് റീഎൻട്രി തരണമെന്നുണ്ടെങ്കിൽ അവർ തരുന്നില്ലെങ്കിൽ ജാമ്യം നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തരുന്നില്ലെങ്കിൽ ഈ ലേബർ കോർട്ടിനെ സമീപിക്കാം, നിയമനം നേരിടാം. അതേപോലെ സാമ്പത്തികമായി ജാമ്യം നിൽക്കുമ്പോൾ ആർക്കും ജാമ്യം നിൽക്കുമ്പോൾ നല്ല ആലോചിച്ചതിന് ശേഷം ജാമ്യം നിൽക്കുക. കാരണം അങ്ങനെ ജാമ്യം നിന്ന് അദ്ദേഹം മുങ്ങിയിട്ട് മറ്റേ ജാമ്യം നിന്ന ആൾ കാശ് കൊടുക്കേണ്ട ഗതി വന്നിട്ടുണ്ട്. നല്ല സംഖ്യ കൊടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലോണം ആലോചിക്കുക. ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ജാമ്യം നിൽക്കുമ്പോൾ നല്ലോണം ആലോചിച്ചതിന് ശേഷം മാത്രം ജാമ്യം നിൽക്കുക. അല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ജാമ്യം നിൽക്കരുത്. കാശ് വാങ്ങി മുങ്ങിയാൽ ജാമ്യം നിന്നവൻ കൊടുക്കും. മറക്കണ്ട സുഹൃത്തുക്കളെ. ഓക്കെ, നല്ലോണം ആലോചിക്കുക. എന്ത് സംശയം നോക്കുക. അസ്സലാമു അലൈക്കും.